എത്രത്തോളം ഞാൻ വളരെ വേഗം പറഞ്ഞു പോവുകയാണ്. എന്താണ് ഇവർ ദീനായി മനസ്സിലാക്കുന്നത്? എന്താണ് ദീനായി മനസ്സിലാക്കുന്നത്? നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. ഓരോ ആഴ്ചയും മാറുകയാണ്, ഓരോ ദിവസവും മാറുകയാണ്, ഓരോ ദിനങ്ങളും മാറുകയാണ്. എന്താണ് ദീൻ മനസ്സിലാകുന്നില്ല. കണ്ടോളൂ പുതിയ രൂപങ്ങൾ, പുതിയ ചില പ്രകടനങ്ങൾ. കക്കാട് കൈമുട്ടി പാടുന്നുണ്ട്, കാണിച്ചു കൊടുക്ക്. നന്നായിട്ട് കാണിക്കുന്നുണ്ട്. കാടിന്റെ മുട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. എങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ കൈമുട്ടി പാട്ട് നമുക്കൊന്ന് കാണാലോ. എല്ലാം നമുക്ക് കാണാൻ കഴിയും. ചെറിയ മുട്ടും കുറച്ചു മുട്ടും എല്ലാ മുട്ടും മുട്ട് തന്നെയാണ്. അത് ദുബായിലാകുമ്പോഴേക്ക് ഹലാലാവൂല, കേരളത്തിൽ പറ്റൂലെങ്കിൽ പിന്നെ. അതും നോക്ക് നിങ്ങൾ, ഫോട്ടത്തിന്റെ ചുവട്ടിലല്ലേ ഷെയ്ഖ് പ്രസംഗിക്കുന്നതും ദുആരക്കുന്നതും. ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ്, വലിയ ഷെയ്ഖന്മാരുടെ ഫോട്ടോ ചുമരിൽ കാണുന്നുണ്ട്. ആ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ലേ? ഒരു ചുമരുമൽ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് നിലവിളിക്കുക. എനിക്ക് കളിപ്പാട്ടൊന്ന് വെച്ചു കൊടുത്തേ. ആടിപ്പാട്ട്, കളിപ്പാട്ട്, ഇങ്ങനെ ഓരോ പേരും പറഞ്ഞുകൊണ്ട് എല്ലാം നമുക്ക് ഇവിടെ കേരളത്തിൽ ചിത്രം കിട്ടുമല്ലോ. വിദേശത്തു നിന്ന് വന്ന ആളുകളൊക്കെ ഇവരുടെ കൂടെ ദിക്ർ ഹൽഖയിലും ഉർദ മജ്ലിസിലും പങ്കെടുത്തപ്പോഴും അവര് മുട്ട് ആട് ഒക്കെ ചെയ്തു നോക്കി. എന്നാൽ കേരളക്കാരും കൂടുന്നില്ല എന്നതാണ്. കരഘോഷത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് കരഘോഷം? കൈമുട്ടിപ്പോയാൽ കേരളത്തിൽ അത് കൊടും പാപമാണ്. എന്നാൽ ലോകതലത്തിൽ ഇസ്ലാമിക മജ്ലിസുകളുണ്ട്. ബഗ്ദാദില്, സിറിയയില്, ജോർദാനില്, മിസ്റില്, പലസ്തീനില്, അവിടെയൊക്കെ ഉള്ള എത്ര മജ്ലിസുകളിൽ കൈമുട്ടിക്കൊണ്ട് ബസ് എന്നാ പറയാ, കരഘോഷം നടത്തിക്കൊണ്ടുള്ള ദിക്റിന്റെ മജ്ലിസും മുഅ്മിനീങ്ങളുടെ മജ്ലിസും ഒക്കെ നടക്കാറുണ്ട്. കേരളത്തിന്റെ പാരമ്പര്യത്തിൽ അത് പരിചയമില്ലാതിരിക്കാം. സൂഫിയാക്കളുടെ കിതാബിലൊക്കെ അതിനെപ്പറ്റി ഹുക്മ് പറയുന്നുണ്ട്. അഹ്മദ് കോയ ഷാലിയാത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫത്താവയിൽ കരഘോഷത്തിന് അനുകൂലമായി അത് മത്ലൂബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിക്റിന്റെ മജ്ലിസിൽ ആവേശം കൊള്ളിക്കാനും മറ്റുമായി നടത്തുന്ന കൈമുട്ട്, അതിനെ വളരെയേറെ